ഒരാളെ തെറി പറയുക, കാഫറാക്കുക, അന്വേഷിക്കാതെ അയാളെ പേരില്ലാത്തത് ആരോപിക്കുക, ഇതൊക്കെ സുന്നത്ത് പോലെ കരുതി വെച്ചൊരു ഇബാദത്തായിട്ട് ഒരു ഇബാദത്തായി കൊണ്ടുനടങ്ങുന്ന ഒരു 10-ലധികം ആൾക്കാർ. പച്ച ഹറാം, അതിലപ്പുറം ഒന്നുമില്ല. അതൊരു കുറവൊന്നും, ഹറാമിൽ താഴെ ഒന്നും വരുന്നില്ല. പിന്നെ തെറിയിൽ അവരുടേതായ ഒരു പ്രത്യേക തെറിയുണ്ട്. ആ തെറിയിൽ കുറഞ്ഞതൊന്നും അവർ പറയില്ല, മേലേക്കേ പറയുള്ളൂ. ഇഷ്കിഷ്കിന് ശേഷം വീണ്ടും പുതിയൊരു വൈറൽ ഗാനം ഉണ്ടായിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഏകദേശം 1 മില്യൺ ആളുകൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം ഉസ്താദിൻ്റെ പാട്ടുകളുടെ കൂടെ തന്നെ പൊതുവെ കൂടപ്പുറപ്പാണ് വിവാദങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ പടച്ചോൻ്റെ കണ്ണീര് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറങ്ങി, അതേപോലെ സാക്ഷാൽ ഖബർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറങ്ങി. ഈ പാട്ടുകളുടെ ഒക്കെ എന്താ പറയുക, വളരെ അടിപൊളിയായിട്ടുള്ള റെസ്പോൺസസും കാര്യങ്ങളും അതിനെ ആ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളുടെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ്, അതായത് ഇയാൾ ഏതോ ഒരു കള്ളത്തിരീക്കത്തുകാരനാണെന്ന് തോന്നുന്നു, ഈ രൂപത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഉസ്താദ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു 10 ലക്ഷം ആളൊരു പാട്ട് കണ്ടാൽ അതിലിപ്പോൾ ആകെ ഒരു 10-ലധികം ആളുകൾ മാത്രമേ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻ്റ് ഉള്ളൂ. അവർ ഭൂമിയിൽ വേറെ എവിടെയും അവരെ കാണുന്നില്ല. അവരിങ്ങനെ ഫേസ്ബുക്കിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവാദം വന്നാൽ ചാടി വീഴാൻ. വേറെ എവിടെയും അവരില്ല. ഒരു നന്മയിലില്ല, ഒരു ചാരിറ്റിയിലില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന വിഷയത്തിലില്ല. അവർ ആകെ ഡ്യൂട്ടി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് എന്ന് അവർക്ക് തോന്നുന്നത്, തെറ്റല്ല, അവർ തെറ്റാണെന്ന് തെറ്റായി പഠിച്ചു വെച്ച കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന കണ്ട ചാടി വീഴുക, അവരെ മാരകമായ തെറി പറയുക, അന്വേഷിക്കാതെ അവരുടെ പേരിൽ പലതും ആരോപിക്കുക. ഇതവരുടെ ഒരു സ്വഭാവമാണ്. അതിനെ നമുക്ക് തിരുത്താനൊന്നും പറ്റത്തില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്. അതൊരു ദുസ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ അതിന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നും അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർ മാരകമായ ഒരാളെ പഠിക്കാതെ മാരകമായി തെറി പറയാനും കുറ്റം പറയാനും മാത്രമാണ് ജായിസും അള്ളാഹ് സുന്നത്താക്കിയുള്ളൂ അവരുടെ പ്രവർത്തനം. ബാക്കിയുള്ളതൊക്കെ ഹറാമ്, ലോകത്ത് കാണുന്നത് മുഴുവൻ ഹറാമ്. ഒരാളെ തെറി പറയുക, കാഫറാക്കുക, അന്വേഷിക്കാതെ അയാളെ പേരില്ലാത്തത് ആരോപിക്കുക, ഇതൊക്കെ സുന്നത്ത് പോലെ കരുതി വെച്ചൊരു ഇബാദത്തായിട്ട് ഒരു ഇബാദത്തായി കൊണ്ടുനടങ്ങുന്ന ഒരു 10-ലധികം ആൾക്കാർ ഈ 10 ലക്ഷം കണ്ട് ആസ്വദിക്കുകയും അത് സ്വീകരിക്കുകയും അതനുഭവിക്കുകയും അതിന് നല്ല കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകൾ 1% പോലും ഇല്ല. ഇങ്ങനത്തെ ആൾക്കാർ ഒരു 100 കമൻ്റ് ഒന്നും പോലും ഇല്ല. അതിൽ ഒരു 50 കമൻറ്റ്. ഈ 10 ലക്ഷത്തിൽ ഈ 50 എത്ര ശതമാനമാണ്? വളരെ ചുരുങ്ങിയ അതും കുറച്ച് മനോരോഗികളുടെ ഈ ജൽപ്പനങ്ങൾക്കൊന്നും നമുക്ക് മറുപടി പറയേണ്ടതില്ല. എന്നാലും നമ്മളെ പാട്ടിറങ്ങുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കളായത്. അത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ എൻ്റെ പാട്ടിന് ഞാൻ തന്നെ പറയണം, മറുപടി പറയണം. ഞാൻ കൊടുത്ത ഭക്ഷണത്തിന് എൻ്റെ വകൻ ദഹിക്കാനുള്ള അരിഷ്ടം എടുക്കണമെന്ന് പറഞ്ഞ പോലെ അത് സത്യത്തിലതും ശരി തന്നെയാണ്. നമ്മൾ കൊടുത്ത ഭക്ഷണം അത് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ അരിഷ്ടം വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? അത് ഒരു അരിഷ്ടം ഒരു കച്ചവടമാക്കാനല്ല. ഈ അഭിമുഖം അതൊരു കച്ചവടമാക്കാൻ വേണ്ടി പറഞ്ഞില്ല. എന്നാലും തെറ്റിദ്ധരിക്കപ്പെട്ട നിഷ്കളങ്കരായ ആൾക്കാർക്കുടെ മുമ്പിൽ പറയാൻ ഇങ്ങനെ ഒരു വേദി ഉണ്ടാവുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എന്താ ചോദിച്ചെന്നോട്? കള്ളത്തരീക്കത്തും ശരിയായ തരീക്കത്തും ഒന്നും നമ്മൾ അതിൽ അങ്ങനെ ഒരു തരീക്കത്തിലും നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഈ പാട്ടുകളിൽ എവിടെയും അങ്ങനെ തരീക്കത്തിനെ പറ്റിയോ അല്ലെങ്കിൽ തരീക്കത്ത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും തരീക്കത്തിനെ കുറിച്ച് ഒരു ചർച്ചയും നമ്മൾ ആ പാട്ടിൽ വെച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഖബറിനെ കുറിച്ചാണ് പറയുന്നത്. ഖബറിനെ കുറിച്ചൊരു കവിക്ക് തോന്നുന്ന ചിന്തകൾ അവതരിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പഠിച്ചു വെച്ചൊരു സർക്കിളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളെ തളച്ചിടപ്പെട്ടൊരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുകയല്ലാതെ മാനവലോകത്തിന് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ സർക്കിളിൽ തളച്ചിടപ്പെട്ട ആളുകൾക്ക് പുറത്തുനിന്നുള്ള ചിന്തകൾ കൊടുക്കുന്ന ആൾക്കാരാണ് പണ്ട് കവികൾ. കവികൾ പ്രവാചകന്മാരാണെന്ന് വിശ്വസിച്ചിരുന്ന അറബ്യൻ കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ പുറത്തൊന്നും ചിന്തിക്കാനാവില്ല. അപ്പോൾ കവികൾ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്, അവർക്ക് എവിടുന്നോ ചിന്തകൾ കിട്ടുന്നുണ്ട് എന്ന് ഒരു അബദ്ധവിശ്വാസം അറബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തനബി എന്നുള്ള കവിയൊക്കെ ഉണ്ടായിരുന്നു. നബിയാണെന്ന് വാദിക്കുന്ന കവി ഒക്കെ ഉണ്ടായി. ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന കവികളുണ്ടായിരുന്നു. ജനത് സ്വീകരിച്ചു. കാരണം ഇവർക്ക് എവിടെ നിന്നൊക്കെ ചിന്തകൾ കിട്ടുന്നുണ്ട്. സത്യത്തിൽ ദൈവികമായിട്ട് കിട്ടുന്നതൊന്നുമല്ല. വിശാലമായ ലോകത്ത് സഞ്ചരിക്കും അവർ. അപ്പോൾ വിശാലമായ ലോകത്ത് വിശാലമായ ചിന്താഗതികളുണ്ടാവും. ലോകം എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല,
വിശാലമായ അറിവിൻ്റെ മേഖലകളിൽ ഈ ഇവരുടെ സുരക്ഷിതമായ വേലിക്കെട്ടിനപ്പുറത്തായിരിക്കും ഇവർ സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വേലിക്കെട്ടിൻ്റെ അകത്തു നിന്നുള്ളവരോട് പുറത്തുള്ളവരോട് പറയുമ്പോൾ ഇത് അബദ്ധമാണെന്നോ, ഇപ്പോൾ ഏറ്റവും സുഖം കള്ളത്തരീക്കത്ത് നിന്ന് വിളിക്കാനാണ്. കള്ളത്തരീക്കത്ത് എന്നിങ്ങനെ വെറുതെ അങ്ങ് വിളിക്കാൻ അന്വേഷിക്കാതെ. നമ്മളൊരു തരീക്കത്തിലും പോകുന്നതായിട്ട് നമ്മൾ പോകാറില്ലല്ലോ. പിന്നെ ഒരു കുരുവട്ടൂരാക്കുക, കുരുവട്ടൂർ ഹാഫിളുമായിട്ട് നമുക്കൊന്നും ഗാഠമായ ബന്ധങ്ങളൊന്നുമില്ല. അവരൊക്കെ നമ്മുടെ സ്നേഹിതന്മാർ, സ്നേഹിത വൃന്ദത്തിൽ നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല. അവരെന്നല്ല, ആരോട് എതിർപ്പൊന്നുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഹാഫിൾ ഉസ്താദിനുമായിട്ട് ഞാൻ ജീവിതത്തിലൊരു 1.5 മിനിറ്റാണ് സംസാരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു 1.5 മിനിറ്റ് ഇതിലും എത്രയോ കൂടുതൽ ആൾക്കാർ സംസാരിച്ച ആൾക്കാർ പുറത്തൊക്കെ ഉണ്ട്. അവരൊന്നും ഒരു വെട്ടൂരാക്കുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മളെ കേൾവിക്കാരിൽ നിന്ന് അകറ്റുക, അല്ലെങ്കിൽ കുറ്റം പറയുക എന്ന് ചിന്തിക്കുന്ന, വെറുതെ എങ്ങനെ ചിന്തിച്ചു കൂട്ടുക, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. എന്നിട്ട് തെറി പറയാം. തെറി പറയുന്ന പറഞ്ഞാൽ മാരകമായ പലതും നമ്മൾ ഡിലീറ്റാക്കുക ചെയ്യുക. പല തെറികളും ഭീഷണികളും ഇതൊക്കെ സുന്നത്താണ്, ഇബാദത്താണ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് പറയണല്ലോ. മറ്റൊരു ആരോപണം എന്താ വെച്ചാൽ ഉസ്താൻ അവരുടെ വേദികളിൽ കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അവരുടെ വേദിയിൽ ഞാനിപ്പോൾ എല്ലാ വേദികളിലും പാട്ടുകാരെന്നുള്ള അവരുടെ വേദി എന്നല്ല, ധാരാളം വേദിയിൽ പോകാറുണ്ട്. ഞാൻ പോയ വേദികളൊക്കെ കണക്കൂട്ടുകയാണെങ്കിൽ എനിക്കൊരു 1500 തരീക്കത്തും ഒരു 2500 ശൈഖന്മാരും ഉണ്ടാവും അല്ലേ. എല്ലാവരും വേദിയിൽ ഇപ്പോൾ നിങ്ങളൊരു ലുലു എന്നൊരു സാധനം വാങ്ങി നിങ്ങൾ ലുലു ഗ്രൂപ്പ് മെമ്പറൊന്നും അല്ലല്ലോ, ആണോ? അല്ല. അപ്പോൾ നമ്മൾ പാട്ടുകാരൻ പാട്ട് എവിടെയും പോയി പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സംഘടനാ സങ്കുചിതത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ സംഘടനയിലുള്ള പരിപാടിക്കേ പോകാവൂ, അടുത്ത പരിപാടിക്ക് പോകരുത് എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനെ കുട്ടികൾ, വലിയവരൊന്നുമല്ല, സംഘടനയിലെ പിച്ച വെക്കുന്ന, സംഘടന നിയമങ്ങളറിയാത്ത, സംഘടനയെക്കുറിച്ച് ഒന്നും അറിയാത്ത ചെറിയ ചെറിയ മക്കളെ പോലെയുള്ള വലിയവർ. ഫേസ്ബുക്കിലൊക്കെ കുറേ വൃദ്ധന്മാരാണ് ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്നത്. നമ്മൾ ഈ ന്യൂ ജനറേഷനിലേക്ക് ഈ പാട്ടൊക്കെ പോയിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് നല്ല കമൻറ്റുകൾ കിട്ടുന്നു. അവരിതൊന്നും അന്വേഷിക്കുന്നില്ല. അവർക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു നല്ല വിഭവം കിട്ടിയാൽ, അവരുടെ മുമ്പിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു മന്തിയൊക്കെ കിട്ടിയാൽ, ഈ അരി എവിടെ നിന്ന് വാങ്ങിയതാണ്, ഈ കടക്കാരൻ കുരുവട്ടൂരാണോ, ഈ കടക്കാരൻ കള്ളത്തരീക്കത്താണോ എന്നൊന്നും എന്തില്ല, അവരന്വേഷിക്കാറില്ല. അവർക്ക് കിട്ടിയ വിഭവം സ്വാദിഷ്ടമായിട്ട് അവർ കഴിക്കും. നേരെ തിരിച്ചാണെങ്കിൽ കുറ്റം പറയാറ്. ഏത് വലിയ ആളാണെന്നുണ്ടെങ്കിലും അതെ, അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നവൻ യേശുദാസ് ആയാലും അവർ കുറ്റം പറയും, ആരായാലും പറയും. അവർ നല്ലൊരു ചിന്തയാണത്. ആ ന്യൂ ജനറേഷൻ്റെ ബുദ്ധി പോലും ഇല്ലാത്ത കടൽക്കിഴവന്മാർ ഫേസ്ബുക്കിൽ ഒളിച്ചിരുന്നിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചാൽ മാത്രം പുറത്തു വരുന്ന ആളുകൾ. അവരെ കുറിച്ച് നമുക്കൊന്നും പരാതിയില്ല, അവരോട് മറുപടി കൊടുക്കാനുമില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മളങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന ചിന്തകൾ അത് നമ്മൾ ഈ മേച്ചിൽപ്പുറത്തിൻ്റെ പുറത്തു നിന്നായിരിക്കും ചിന്ത വരിക. അപ്പോൾ അത് മേച്ചിൽപ്പുറത്തിൻ്റെ അകത്തുള്ളവരോട് പങ്കുവെക്കുമ്പോൾ ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് ഭയം ഉണ്ടാവും, ചിലർക്ക് വെപ്രാളുണ്ടാവും. അപ്പോൾ അവർ നമ്മളെ കാഫിർ എന്ന് വിളിക്കും, ചില ആൾക്കാർ പ്രവാചകൻ എന്ന് വിളിക്കും, ചില ആൾക്കാർ കവി എന്ന് വിളിക്കും, ചിലർ സ്നേഹിതെന്ന് വിളിക്കും, ചിലർക്കാർ അപൂർവം കുറേ കിഴവന്മാർ തെറിയും വിളിക്കും. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു പാട്ടിറക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ, ഇതിൻ്റെ ഭാഗമാണ്. ഇതിലപ്പുറമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. ഒരു മ്യൂസിക് കണ്ടാൽ ബേജാറാവും. ഞാൻ നരകത്തിൽ പോകുമെന്നുള്ള ഭയമാണ് അവർക്ക്. ഇയാളൊക്കെ നരകത്തിൽ പോയിട്ട് എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആയത്തും ഹദീസൊക്കെ ഓതിയിട്ട് അവർക്ക് ഹലാല ഹറാമാണെന്ന് ഉറപ്പില്ലാത്ത കാര്യത്തെ ഹറാമാന്ന് പറഞ്ഞ് നമ്മളെ കാഫറാക്കാനുള്ള കാഫർ തൊഴിലാളികൾ. എന്താ ഇപ്പോൾ ഈ കമൻ്റ് ഇട്ട് ഇങ്ങനെ ആയത്തും ഹദീസും എഴുതി കമൻ്റ് ഇടുക എന്നുള്ളത് ഇപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ആയത്തും ഹദീസും ഓതിയിട്ട് നിയമം കണ്ടുപിടിക്കാനുള്ള മുജ്തഹിദീങ്ങളൊന്നും അല്ലത് വരും. നമുക്കൊരു നിയമം കണ്ടുപിടിക്കാൻ ആയത്തും ഹദീസും ഒന്നുമല്ല. നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ, ധാരാളം ഹദീസ് അറിയുന്നവർ, ഖുർആനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവർ, അവരെഴുതി വെച്ച നിയമങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അവരുടെ ഫത്വകൾ. അല്ലാതെ നേരിട്ട് ഖുർആനിൽ നിന്ന് നിയമം പഠിക്കാൻ നമ്മളുണ്ടോ? ഖുർആൻ മുഴുവൻ പഠിച്ചിട്ട്, ഹദീസ് മുഴുവൻ പഠിച്ചിട്ട്, ഒരു മുജ്തഹിദാണെങ്കിൽ എത്ര ഹദീസ് കാണാണ്ട് പഠിക്കണം? ഇമാം ഷാഫിക്കൊക്കെ 10 ലക്ഷത്തിലധികം ഹദീസുകൾ കാണാതെ അറിയാം. ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ ചരിത്രം അറിയാം.
അവരൊക്കെ ഒരു നിയമം പറഞ്ഞാൽ അത് സ്വീകരിക്കുക. അത് പിന്നെ നമ്മൾ ആയത്തും ഹദീസും അവർ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാണാത്ത എത്ര ഹദീസുകളില്ലേ? നമ്മളെത്ര ഹദീസ് അറിയാം? 40 ഹദീസ് നമുക്കറിയോ? 4 ഹദീസ് തെറ്റാണ്ട് പോകാൻ ഇവർക്കറിയോ? ഏതോ നെറ്റിൽ നിന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് അതിനർത്ഥം പോലെ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നിയമം നമ്മൾ സ്വീകരിക്കേണ്ട. ആധികാരികന്മാരായ പണ്ഡിതന്മാർ പറയട്ടെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. അവരുമായി ചർച്ചയും വിവരമുള്ളവരോടല്ലേ വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമുള്ളൂ. അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരോട് പഴയ ചരിത്രം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ പഴയ ചരിത്രം ആലോചിക്കൂല, മുൻകാല ആളുകളുടെ ജീവിതചര്യ ആലോചിക്കൂല. അങ്ങ് പറയും പച്ച ഹറാം, അതിലപ്പുറം ഒന്നുമില്ല. അതൊരു കുറവൊന്നും, ഹറാമിൽ താഴെ ഒന്നും വരുന്നില്ല. പിന്നെ തെറിയിൽ അവരുടേതായ ഒരു പ്രത്യേക തെറിയുണ്ട്. ആ തെറിയിൽ കുറഞ്ഞതൊന്നും അവർ പറയില്ല, മേലേക്ക് മേലേക്കേ പറയുള്ളൂ. അതൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതതിൻ്റെ വഴി കിടക്കട്ടെ.